നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് അനുകൂല ജനവിധി ഉണ്ടാക്കുമെന്ന് കാസർഗോഡ് എൻഡിഎ സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനി. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. താൻ ജയിച്ചാൽ കാസർഗോഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കം കൊണ്ടുവരുമെന്നും എം.എൽ. അശ്വിനി ജനം ടിവിയോട് പറഞ്ഞു. കാസർഗോഡ് നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനാണ് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം തന്നെ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ചൂടൊക്കെ തന്നെ വകവയ്ക്കാതെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നാടൊന്നാകെ നടക്കുകയാണ്. നമുക്കിപ്പം കാസർഗോഡ് എൻഡിഎ സ്ഥാനാർത്ഥി അശ്വിനിയാണ് നമുക്കൊപ്പം ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്നത്? ജനങ്ങളുടെ കാര്യത്തിൽ ഇടയിൽ വെക്കാൻ കുറേ നിരവധി പ്രോഗ്രാംസുകളുണ്ട് നമ്മളത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നുണ്ടെങ്കിൽ മൾട്ടി സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലാണ് മെയിനായിട്ട് വെച്ചിട്ടുള്ള അജണ്ട ആണ്. അതേപോലെ മെഡിക്കൽ കോളേജസ് ആവട്ടെ, പിള്ളേർക്ക് പഠിക്കുന്ന വേള കോളേജസ് ആവട്ടെ, നമുക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ അതായിട്ട് ഹാർബറിൻ്റെ പ്രശ്നമുണ്ട്, സ്റ്റേഡിയമിൻ്റെ പ്രശ്നമുണ്ട്, IT പാർക്സിൻ്റെ പ്രശ്നമുണ്ട്, പാർക്കിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ നിരവധി സ്ഥലങ്ങൾ അങ്ങനെ കിടക്കുകയാണ് വേസ്റ്റായിട്ട്. നമുക്കൊരു ഓൾഡ് ഏജ് ആയിട്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലതായിട്ടുള്ള പാർക്സ് ഇവിടെ ഉണ്ടാക്കാം. IT പാർക്സ് അതേപോലെ എത്രയോ സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചിട്ട് പുറത്ത് നാട്ടിൽ പോയിട്ടായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിന് കൊണ്ടുവരുന്ന സ്കീംസുകൾ നമുക്ക് ഉണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിജി ഭാരതത്തിൽ അധികാരം വന്ന ശേഷം നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതേപോലെ നിരവധി ഡെവലപ്മെൻറ്റ്സ് ആയിട്ടുണ്ട്. അത് യുവാക്കൾക്കാവട്ടും സ്ത്രീകൾക്കാവട്ടും കൃഷിക്കാർക്കാവട്ടും അതേപോലെ താഴെയുള്ള പുവർ പീപ്പിൾക്കാവട്ടെ. പക്ഷേ കാസർഗോഡിൽ എന്താണ് ആയിട്ടുള്ളത്? അത് എല്ലാ അജണ്ട വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വോട്ട് നേടാൻ പോകുന്നുള്ളത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ പലതും കേരളത്തിലൊക്കെ കൃത്യമായി നടപ്പാക്കാൻ കഴിയാതിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടാണോ പ്രചരണ പ്രവർത്തനങ്ങൾ? അതെ, നിരവധി സ്കീംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ജൻധൻ യോജൻ, ആവാസ് യോജൻ, ജൽജീവൻ മിഷൻ, ഉജ്വല യോജന, ഉജാല യോജന, സുകന്യ സമൃദ്ധി യോജന, ഇങ്ങനെ നിരവധി സ്കീംസുകളുണ്ട്. അതെല്ലാം നമുക്ക് കാസർഗോഡ് ജനങ്ങൾക്ക് എത്തണം. സോ ഇവിടുന്ന് ഒരു MP BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോയെങ്കിൽ ഇതെല്ലാം സ്വപ്നങ്ങൾ സഫലമാവും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആരോഗ്യ മേഖല തന്നെയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി പ്രതിസന്ധിയായി നിൽക്കുന്നത്. കൃത്യമായ ഒരു ചികിത്സാ ഇപ്പോഴും ഇത്ര നാളുകൾക്ക് ശേഷവും ഇവിടെ അന്യമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം? മൾട്ടി സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലാണ്. നമുക്കറിയാം ഇവിടെ നമുക്ക് ആ ഒരു സൗകര്യം ഇല്ല. നമ്മൾ തൊട്ടടുത്തുള്ള കർണാടക സ്റ്റേറ്റാണ് നമ്മൾ ആശ്രയിക്കുന്നുള്ളത്. ഈ കോവിഡ് കാലഘട്ടത്ത് അങ്ങനെ നമുക്ക് കർണാടകയുടെ ബോർഡർ അടച്ചിട്ടാകുമ്പോൾ നമുക്ക് നിരവധി പ്രോബ്ലംസ് ഉണ്ടായി. എത്രയോ ഒരു ഡെത്ത് കേസ് ഉണ്ടായി. സോ അതെല്ലാം നമുക്ക് സ്റ്റോപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു MP ജയിച്ചിട്ട് പോകണം. അതോടൊപ്പം തന്നെ ഇപ്പം കുറേ ദിവസങ്ങളായി വീടുകൾ കയറി ഇറങ്ങിയുള്ള വലിയ പ്രചരണ പ്രവർത്തനം എങ്ങനെയാണ്? ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? നല്ല ആത്മവിശ്വാസമാണ്. ബിക്കോസ് കാസർഗോഡ് ജനങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഡെയിലി ന്യൂസും മീഡിയംസും ഉണ്ടാണ്. അതേപോലെ ഇപ്പോൾ ഭാരതത്തിലായിട്ടുള്ള ഡ്രാസ്റ്റിക് ഡെവലപ്മെന്റ്സ് നമ്മുടെ കാസർഗോഡ് ഒന്നും ആയിട്ടില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും കൂടി ഈ ഡെവലപ്മെന്റ്സ് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കിപ്പോൾ എല്ലാവരും മോദിജിക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാസർഗോഡ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരു ഡെവലപ്മെന്റ് ഇപ്പോൾ നമുക്ക് ഒരു 35 to 40 years ബാക്ക് കാസർഗോഡ് എങ്ങനെ ഉണ്ടായി, ഇപ്പോൾ അതേപോലെയാണ്. ഇൻഫ്രാസ്ട്രക്ചറായിട്ട് നരേന്ദ്രമോദിജി കൊണ്ടുവന്നിട്ടുള്ള നാഷണൽ ഹൈവേ ഒരു MP-യോ MLA ഇല്ലാത്ത സ്ഥിതിയിൽ പോലും കാസർഗോഡും കേരളക്കും നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ കാണുകയാണ്. നാഷണൽ ഹൈവേ നമുക്ക് നല്ല രീതിയിൽ കാണുകയാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര ഒരു വേഗത്തിൽ ഞങ്ങൾ വരുന്നുണ്ട്. അത് ഇനോഗ്രേറ്റ് ആയി കഴിഞ്ഞെങ്കിൽ എത്ര എളുപ്പത്തിൽ നമ്മൾ വരുന്നുണ്ട്. ഇന്നലെ നമ്മളൊരു പ്രചരണത്തിൽ പോയിട്ട് നമുക്ക് അങ്ങനെ ഒരു MP-ക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ടാവും. എവിടെ നമുക്ക് ഒരു എന്തെല്ലാം സൗകര്യങ്ങൾ വേണം, ഫുട് ഓവർ ബ്രിഡ്ജ് ആവട്ടെ, ഇങ്ങനെ എന്തെല്ലാം വേണമെന്ന് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോലും ആ സാധാരണ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടും എന്തെല്ലാം നമുക്കിവിടെ വേണമെന്ന് പോയിട്ടും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒരു MP-ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും മോദിജിയുടെ ഗ്യാരണ്ടി എൻ്റെ ഉറപ്പാണ്. ഇവിടെ ഞാൻ ജയിച്ചു കഴിഞ്ഞെങ്കിൽ കാസർഗോഡിൻ്റെ മുഖഛായം മാറ്റിയിട്ടുണ്ടാവും. പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലേറ്റവും എടുത്തു പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ഇതുവരെ മണ്ഡലത്തിൽ ഏർപ്പെടുത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്